അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എ4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2025 നടക്കാനിരിക്കുന്ന USS പരീക്ഷയ്ക്ക് സഹായകമാകുന്നതിന് വേണ്ടിയിട്ട് മുൻ വർഷങ്ങളിൽ നടന്ന പരീക്ഷയുടെ ഒന്നാം ഭാഷ ചോദ്യപേപ്പറുകളാണ് ടീച്ചർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നാം ഭാഗം ടീച്ചർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ടീച്ചറുടെ ചാനൽ കയറിയിട്ട് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വീഡിയോ കണ്ടു നോക്കണം. ഇൻഷാ അല്ലാ ഇന്ന് 2023 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇഖ്റ അൽ ഫിഖ്റ വ അജിബ് അനിൽ അസ്ഇല. താഴെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് വായിക്കുക. എന്നിട്ട് 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. മസാഅൻ ഖറജത് സാറ മഅ വാലിദിഹ ഇല സൂഖി ലിഷിറാഇൽ മലാബിസി. എന്താണ് പറയുന്നത്? വൈകിട്ട് സാറ അവളുടെ പിതാവിനോട് കൂടെ മാർക്കറ്റിലേക്ക് പോയി. എന്തിനു വേണ്ടിയാണ്? ലിഷിറാഇൽ മലാബിസി, വസ്ത്രങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട്. റക്കിബുൽ വാലിദു അൽ ജവാലത വലബിസൽ ഹൂദത ഔഖഫൽ ജവാല ഫി മിൻതഖത്തിൽ വഖൂഫി സുമ്മ മശയ അലാ മമദിൽ മഷാത്ത്. അങ്ങനെ അവർ രണ്ടുപേരും റക്കിബുൽ വാലിദു പിതാവ് കയറി, അൽ ജവാല ബൈക്കിലെ കയറി, അങ്ങനെ വലബിസൽ ഹൂദത അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചു എന്നാണ്. ഔഖഫുൽ ജവാല ഫി മിൻതഖത്തിൽ വഖൂഫ് അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹം ബൈക്ക് എവിടെ നിർത്തി? ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ നിർത്തി, അല്ലെ, വാഹനം നിർത്തേണ്ട ഏരിയയിൽ നിർത്തി. സുമ്മ മഷയ എന്നിട്ട് പിന്നെ അവർ രണ്ടുപേരും നടന്നു. അലാ മമദിൽ മഷാത്തി ആ ഒരു ഫുട്പാത്തിലൂടെ, നടക്കുന്ന ആ ഒരു ഏരിയയിലൂടെ അവർ രണ്ടുപേരും നടന്നു. വഅബറ അവർ രണ്ടുപേരും മുറിച്ചു കടന്നു. അഷാരി റോഡ് അലാ മഅബരിൽ മുഷാത്ത് ആ ഒരു ക്രോസിംഗ് ബാറിലൂടെ, ആ ക്രോസിംഗ് ലൈനിലൂടെ അവർ രണ്ടുപേരും റോഡ് മുറിച്ചു കടന്നു. സുമ്മ ദഖല പിന്നീട് അവർ രണ്ടുപേരും പ്രവേശിച്ചു. മഹല്ലൽ അഖ്മിഷ ടെക്സ്റ്റൈൽസിലേക്ക് പ്രവേശിച്ചു. വഷ്തറയ എന്നിട്ട് അവർ രണ്ടുപേരും വാങ്ങിച്ചു. തന്നൂറത്തുൻ വഫസാത്തൈൻ എന്താണ് വാങ്ങിച്ചത്? ഒരു തന്നൂറ, ഒരു സ്കേർട്ട് വാങ്ങിച്ചു, ഒരു പാവാട വാങ്ങിച്ചു. വഫസാത്തൈനി അതുപോലെ തന്നെ 2 ഗൗണുകളും വാങ്ങിച്ചു. ഫഇൻദർ റുജൂഇ അങ്ങനെ അവർ മടങ്ങുന്ന സമയത്ത് ഇലൽ ബൈത്തി വീട്ടിലേക്ക്. ഷാഹദ അവർ രണ്ടുപേരും കണ്ടു. ഹാദിസത്ത് സയ്യാറത്തി ഒരു കാർ ആക്സിഡൻറ്റ് അവർ കണ്ടു. കാനത്ത് സയ്യാറത്ത് മുസ്രിഅത്തൻ ആ ഒരു കാർ എന്തായിരുന്നു? വളരെ വേഗത്തിലായിരുന്നു. വസ്സവാഖു ലം യർബിത് ഹിസാമൽ അമാൻ അതോടൊപ്പം തന്നെ കാറിൻ്റെ ഡ്രൈവർ അദ്ദേഹം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ്, സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ്. ഇനി കമ്മിൽ അൽ ഫറാ വിട്ട ഭാഗം പൂരിപ്പിക്കുവാനാണ്. നോക്കൂ. നോക്കിഫിൽ മറാക്കിബ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഫി ഡാഷ് എവിടെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത്? മഅബറൽ മഷാത്ത് എവിടെയാണ്? ആ ഒരു ക്രോസിംഗ് ലൈനിൽ, അല്ലേ, അതായത് സീബ്ര ക്രോസിങ്ങിൽ. മമറുൽ മഷാത്ത് ആ ഒരു കാൽനട യാത്രക്കാർ നടക്കുന്ന സ്ഥലത്ത്. അതുപോലെ മിൻതഖത്തിൽ വഖൂഫ് പാർക്കിംഗ് ഏരിയയിൽ. വസ്തുശാരിഇ അതായത് റോഡിൻ്റെ നടുവിലായിക്കൊണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. മിൻതഖത്തുൽ വഖൂഫ് ആണ് കേട്ടോ, പാർക്കിംഗ് ഏരിയ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നഷ്തരി അൽ മലാബിസ നമുക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കാം. മിൻ ഡാഷ് എവിടെ നിന്നാണ് വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നത്? മഹല്ലിൽ അഖ്മിഷ ടെക്സ്റ്റൈൽസിൽ നിന്ന്. മഹല്ലിൽ ഖിർത്തോസിയ സ്റ്റേഷനറി കടയിൽ നിന്ന്. മഹല്ലിൽ ഖലറവാത്തി വെജിറ്റബിൾ സ്റ്റോറിൽ നിന്ന്. അൽ മതാമി റെസ്റ്റോറൻറ്റിൽ നിന്ന്. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്, മഹല്ലിൽ അഖ്മിഷയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ഇൽബിസ് ഡാഷ് ഇൻദ റുകൂബിൽ ജവാല ബൈക്കിൽ കയറുന്ന സമയത്ത് ഡാഷ് നീ ധരിക്കണം എന്നാണ്. ഹിസാമൽ അമാൻ സേഫ്റ്റി ബെൽറ്റ്. അൽ ഹൂല ഹെൽമറ്റ്. അൽ ഫുസ്താൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഗൗണ്. അസ്സാഅത്ത് വാച്ച്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? അൽ ഹൂദയാണ് കേട്ടോ, ഹെൽമറ്റാണ് ധരിക്കേണ്ടത്, അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. നാലാമത്തെ ചോദ്യം. ഇഖ്തർ അത്തഖമൽ ഖാത്യ അതായത് തെറ്റുള്ള സെറ്റ് തിരഞ്ഞെടുക്കുവാനാണ്. അവിടെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായി വന്നിട്ടുള്ള സെറ്റ് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുവാനാണ്. മമറുൽ മുഷാത്ത് വഖൂഫ് സയ്യാറ
കാൽനട യാത്രക്കാർ നടക്കുന്ന സ്ഥലം അതെന്താണ്? വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ. അതുപോലെ അൽ ജവ്വാല ബൈക്ക്, അൽ ഹൂദ ഹെൽമറ്റ്, അസ്സയ്യാറ കാറ്, ഹിസാമുൽ അമാൻ സേഫ്റ്റി ബെൽറ്റ്, മാബറുൽ മുഷാത്ത് സീബ്ര ക്രോസിംഗ്, ഒബൂർ ഷാര്യ റോഡ് മുറിച്ച് കടക്കുവാൻ. ഇതിലേതാണ് തെറ്റായിട്ട് വന്നിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് മമറുൽ മുഷാത്ത് വഖൂഫ് സയ്യാറ. നമുക്കറിയാം കാൽനട യാത്രക്കാർ നടക്കുന്ന വഴിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല അല്ലേ? അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ടുള്ള സെറ്റായിട്ട് വന്നിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യം ഇഖ്തർഷാദ മിനൽ ആത്തിയ താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ്. അൽ ബുദൂറു, അൽ ഹുഖൂലു, അത്തുയൂറു, അസ്സുറൂറു. അൽ ബുദൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തുകളാണ് അല്ലേ? അൽ ഹുഖൂലു വയൽ, അത്തുയൂറു പക്ഷികൾ, അസ്സുറൂറു സന്തോഷം. ഏതാണ് ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തതായിട്ട് വന്നിട്ടുള്ളത് എന്ന് നോക്കൂ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അസ്സുറൂർ എന്നുള്ളതാണ് അവിടെ കൂട്ടത്തിൽപ്പെടാത്തതായിട്ട് വന്നിട്ടുള്ളത്. ഇനി ആറാമത്തെ ചോദ്യം അസ്ബഹൽ ജവ്വു ഡാഷ് അന്തരീക്ഷം ആയിത്തീർന്നു. എന്തായിത്തീർന്നു? ബാരിദുൻ, ബാരിദൻ, ബാരിദിൻ, ബർദുൻ അന്തരീക്ഷം തണുപ്പുള്ളതായിത്തീർന്നു. എങ്ങനെയാണ് പറയേണ്ടത്? അസ്ബഹൽ ജവ്വു ബാരിദൻ എന്നാണ് പറയുക. കാരണം അസ്ബഹ എന്ന് പറയുന്നത് കാനയുടെ അഹ്വാത്തിൽപ്പെട്ടതാണ്. അപ്പോൾ കാനയുടെ അഹ്വാത്തിൽപ്പെട്ട അസ്ബഹയുടെ ഇസ്മിൽ എന്തായിരിക്കും? റഫ് ആയിരിക്കും. അഥവാ അതാണ് അവിടെ ജവ്വു എന്ന് പറയുന്നത്. ശേഷം വരുന്ന ഖബറിന് അവിടെ എന്തായിരിക്കും വരേണ്ടത്? അവിടെ നെസ്ബായിരിക്കണം വരേണ്ടത്. അതുകൊണ്ടാണ് ബാരിദൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി റഫ് നെസ്ബ് എന്നൊന്നും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ആദ്യത്തെ ഇസ്മിന് ലൊമ്മും രണ്ടാമത്തെ ഇസ്മിന് ഫതഹുമായിരിക്കും. ഫതഹ് തൻവീൻ അങ്ങനെ മനസ്സിലാക്കി വെക്കുക നിങ്ങൾ കേട്ടോ. ഇനി ഏഴാമത്തെ ചോദ്യം ഫാസ ഫരീഖുൻ ഡാഷ് ഫി മുബാറാത്തി കസിൽ ആലം ലിക്കുറത്തിൽ ഖദം 2022 മീലാദിയ. 2022 ലോക ഫുട്ബോൾ ടൂർണമെൻറ്റിൽ വിജയിച്ച ടീം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബ്രസീൽ, ഓപ്ഷൻ ബി ഇംഗ്ലത്തറ അതായത് ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി അൽ പുർത്തുഗാൽ, ഓപ്ഷൻ ഡി അർജൻറ്റീന. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, അർജൻറ്റീനയാണ് കേട്ടോ. ഇനി എട്ടാമത്തെ ചോദ്യം അത്തഅന്നി മിനല്ലാഹ് വൽ അജലത്തു മിനശ് ശൈത്താൻ. മഅന കലിമത്തുൽ അജല. അത്തഅന്നി മിനല്ലാഹ് സാവകാശം കാണിക്കുക, ധൃതി കാണിക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വൽ അജലത്തു മിനശ് ശൈത്താൻ ധൃതി കാണിക്കുക എന്നുള്ളത് ഷെയ്ത്തോനിൽ നിന്നുള്ളതാണ് എന്നാണ്. ഒരു ഹദീസാണത്. മഅന കലിമത്തുൽ അജ്ല ഇവിടെ അജ്ല എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നാണ്. അപ്പോൾ ഇവിടെ ടീച്ചർ പറഞ്ഞു എന്താണ്? ധൃതി കാണിക്കുക എന്നാണ് അല്ലേ? നമ്മളൊരു കാര്യത്തിൽ എന്ത് ചെയ്യുക? ധൃതിപ്പെടുക, തിരക്ക് കാണിക്കുക എന്നുള്ളത് എന്താണ്? ഷെയ്ത്തോനിൽ നിന്നുള്ളൊരു സ്വഭാവമാണ് എന്നാണ്. അപ്പോൾ ഏതായിരിക്കും ഇവിടെ ഓപ്ഷൻസ് നോക്കൂ. തമഹുൽ, തമഹുൽ എന്ന് പറഞ്ഞ സാവകാശം കാണിക്കുക എന്നാണ്. അസുറാത്ത്, സുറാത്ത് എന്ന് പറഞ്ഞാൽ ധൃതി കാണിക്കുക. അൽ ഒഫ്ലത്തു അശ്രദ്ധ കാണിക്കുക. അത്തക്കബുർ അഹങ്കരിക്കുക. ഏതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, അസുറാത്തു എന്നുള്ളതാണ് അവിടെ അജിലത്ത് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് കേട്ടോ. ഇനി ഒൻപതാമത്തെ ചോദ്യം അല്ലദി യഖൂദു സയ്യാറത ഹുവ ഡാഷ് അതായത് കാറ് ഓടിക്കുന്ന ആൾ അദ്ദേഹത്തിന് എന്താണ് പറയുക എന്നാണ്. ഓപ്ഷൻ എ അസ്സവാക്ക്, ഓപ്ഷൻ ബി അസ്സബാക്ക്, ഓപ്ഷൻ സി അസ്സമ്മാക്ക്, ഓപ്ഷൻ ഡി അൽ ഹല്ലാക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അസ്സവാക്ക് എന്നുള്ളതാണ്. ഇനി പത്താമത്തെ ചോദ്യം ഫി ബൈത്തി എൻ്റെ വീട്ടിലുണ്ട് യഹ്ദ അഷറത്ത ആലാൻ അതായത് എൻ്റെ വീട്ടിൽ 11 അംഗങ്ങളുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പം എങ്ങനെയാണ് പറയേണ്ടത് എന്നാണ്. ഓപ്ഷൻ ബി അഹദ അഷറ ഒലൂവൻ, ഓപ്ഷൻ സി അഹദ അഷറത്ത ആലാൻ, ഓപ്ഷൻ ഡി ഇഹദ അഷറത്ത ഒലൂവൻ എന്നാണ്. ഏതായിരിക്കും ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി അഹദ അഷറ ഒലൂവൻ എന്നുള്ളതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് കേട്ടോ. അതായത് 11, 12 നമ്മൾ എണ്ണം പറയുന്ന സമയത്ത് ഇത് അതത് മാദൂദ് എന്നാണ് പറയുന്നതിന്. അതായത് നമ്മൾ എണ്ണം പറയുന്ന സമയത്ത് എണ്ണപ്പെടുന്ന വസ്തു അഥവാ മാദൂദ് മുദക്കറാണ് എങ്കിൽ അതതിൻ്റെ 2 ഭാഗവും, 2 ഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹദ അഷറ കണ്ടില്ലേ, 2 ഭാഗം വരുന്നുണ്ടല്ലോ, 2 ഭാഗം എന്തായിരിക്കും? മുദക്കറായിരിക്കും, പുല്ലിംഗമായിരിക്കും. അതുകൊണ്ടാണ് അഹദ അഷറ ഒലൂവൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒലൂവ് എന്നുള്ളത് പുല്ലിംഗമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? അഹദ അഷറ എന്ന് പറഞ്ഞു. ഇനി അത് സ്ത്രീലിംഗമാണ് എങ്കിൽ ഉദാഹരണം പറഞ്ഞുതരാം. പട ബക്കറത്തൊക്കെയാണ് എന്ന് വെക്കുക.
അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ഫി ബൈത്തി ഇസ്നത്ത അഷറത്ത എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ ആ ഒരു മഅദൂദ് എണ്ണപ്പെടുന്ന വസ്തു മുഅന്നസ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ അപ്പോൾ നമ്മൾ 11ഉം 12ലും കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ എണ്ണം എന്തായിരിക്കണം, അതിനോട് യോജിച്ച രൂപത്തിൽ ആ എണ്ണത്തിൻ്റെ 2 ഭാഗവും നമ്മൾ സ്ത്രീലിംഗമായിട്ട് പറയണം. മഅദൂദ് സ്ത്രീലിംഗമാണ് എങ്കിൽ, പുല്ലിംഗമാണ് എങ്കിൽ 2 ഭാഗവും പുല്ലിംഗമായിട്ടാണ് പറയേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം. 11ഉം 12ഉം ആകുന്ന സമയത്താണ് ഈ നിയമം വരുന്നത്. 13 മുതൽ നിയമത്തിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ആ ഒരു മഅദൂദിന് എണ്ണപ്പെടുന്ന വസ്തുവിന് നെസ്ബുമായിരിക്കും കൊടുക്കേണ്ടത്, അഥവാ ഫതഹുമായിരിക്കണം കൊടുക്കേണ്ടത്. അതാണ് അഹദാശറ ഒളുവൻ എന്ന് പറയുവാനുള്ള കാരണം. ഇനി 11ാമത്തെ ചോദ്യം, ഇഖ്തറിൽ ഇജാബത്ത് സ്വഹീഹ, ശരിയുത്തരം തിരഞ്ഞെടുക്കുവാനാണ്. സ്വാലിഹ് അൽ തഖ്റഉൽ ജരീദ കുല്ലയൗം, അതായത് സ്വാലിഹ് ചോദിക്കുകയാണ് അൽ തഖ്റഉൽ ജരീദ കുല്ലയൗം, നീ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ടോ എന്നാണ്. സാലിം എന്താണ് മറുപടി പറയുന്നത് എന്നാണ് അവിടെ എഴുതേണ്ടത്. നാം അതെ, ല അഖ്റഉൽ ജരീദ കുല്ലയൗം, ഇല്ല ഞാൻ എല്ലാ ദിവസവും എന്തില്ല, അതെ ഞാൻ എല്ലാ ദിവസവും പത്രം വായിക്കാറില്ല എന്നാണ്. ല ഇല്ല, തഖ്റഉൽ ജരീദ കുല്ലയൗം, നീ എല്ലാ ദിവസവും പത്രം വായിക്കുന്നില്ല. നാം അതെ, അഖ്റഉൽ ജരീദ കുല്ലയൗം, ഞാൻ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ട്. നാം തഖ്റഉൽ ജരീദ കുല്ലയൗം, അതെ നീ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ട്. ഇതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. നാം അതെ, അഖ്റഉൽ ജരീദ കുല്ലയൗം, അതെ ഞാൻ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇനി 12ാമത്തെ ചോദ്യം, ഫിൽ മദ്രസത്തി സബഅത്തു സുഫൂഫിൻ, എൻ്റെ സ്കൂളിൽ എന്തുണ്ട്, 7 ക്ലാസ്സുകളുണ്ട്. അദ്റുസു ഞാൻ പഠിക്കുന്നത് ഫി ഡാഷ്, എന്താണ് അസ്സഫി സാബിഅ, അസ്സുഫൂഫി സാബിഅതി, അസ്സുഫൂഫി സാബിഇ, അസ്സഫി സാബിഇ. ഏതാണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഞാൻ 7ാമത്തെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എങ്ങനെ പറയും? അദ്റുസു ഫി സഫി സാബിഅ എന്നാണ് പറയാം അല്ലേ. അപ്പോൾ അവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ഇനി 13ാമത്തെ ചോദ്യം, റജുലുൻ ഒരിഫ ബി ഉംറാത്തൂരി താലീം, ഉംറാത്തൂരി താലീം അഥവാ വിദ്യാഭ്യാസത്തിൻ്റെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. ഓപ്ഷൻ നോക്കൂ. അസയ്യിദ് മഹാത്മാഗാന്ധി, അസയ്യിദ് ജവഹർലാൽ നെഹ്റു, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, അസയ്യിദ് അബുൽ കലാം ആസാദ്. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആയ സയ്യിദ് അബുൽ കലാം ആസാദ്, അദ്ദേഹമാണ് ഇമ്രാത്തുൽ താലീം എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യക്ക് സ്വതന്ത്രം കിട്ടിയതിന് ശേഷം സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്നത്. അതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണേ. ഇനി 14ാമത്തെ ചോദ്യം, ഇന്ന ശംസ തത്ലഉ നഹാറൻ, തീർച്ചയായും സൂര്യൻ പകലിൽ ഉദിക്കുന്നു. വ ഡേഷ് അൽ ഖമറ യദ്ഹറു ഫിൽ ലൈലി, എന്താണ് ചന്ദ്രൻ രാത്രിയിലാണ് പ്രകടമാകുന്നത്. അപ്പോൾ നമുക്കവിടെ എങ്ങനെ പറയണ്ടേ? സൂര്യൻ പകലിൽ ഉദിക്കുന്നു, പക്ഷേ ചന്ദ്രൻ രാത്രിയിലാണ് പ്രകടമാകുന്നത് എന്നാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ കഅന്ന, ലൈസ, ലാക്കിന്ന, സോറ, ഇത്രയും പദങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് തന്നെ ലൈസയും സോറയും അവിടെ ഉത്തരമായിട്ട് വരൂല എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അൽ ഖമറ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ലൈസ, സോറ ഇതെന്താണ്? കാനയുടെ അഹ്വാത്തിൽ പെടുന്നതാണ്. അപ്പോൾ അവയ്ക്ക് ശേഷം വരുന്ന ഇസ്മിന് റഫ് ആയിരിക്കും, ആയിരിക്കും വരേണ്ടത്. അപ്പോൾ നമുക്കവിടെ അത് രണ്ടുമല്ല എന്ന് മനസ്സിലാക്കാം. ഇനി കഅന്ന അതുപോലെ ലാക്കിന്ന, അവ രണ്ടും എന്താണ്? ഇന്നയുടെ അഹ്വാത്തിൽ പെടുന്നതാണ്. പക്ഷെ കഅന്ന നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തോട് താരതമ്യപ്പെടുത്തി പറയാൻ വേണ്ടിയിട്ട്. എന്താണ്? ഒരു കാര്യം അതിന് മറ്റൊരു കാര്യം പോലെയുണ്ട് എന്നൊക്കെ പറയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക, കഅന്ന ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? ലാക്കിന്ന എന്നുള്ള ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. സൂര്യൻ പകലിൽ ഉദിക്കുന്നു, പക്ഷേ ചന്ദ്രൻ പ്രകടമാകുന്നത് രാത്രിയിലാണ് എന്നാണ്. ഇനി 15ാമത്തെ ചോദ്യം നോക്കൂ. അഹ്മദ് ഡാഷ് മുഹമ്മദ് വസൽതു ഇൽ മൻസിലി റാക്കിബൻ അദ്ദറാജ്, അതായത് അഹ്മദ് ചോദിക്കുന്ന ചോദ്യത്തിന് മുഹമ്മദ് പറയുന്ന ഉത്തരമാണ് വസൽതു ഇൽ മൻസിലി, ഞാൻ വീട്ടിലേക്ക് എത്തിയത് റാക്കിബൻ അദ്ദറാജ, സൈക്കിളിൽ കയറിക്കൊണ്ട്, സൈക്കിൾ ഓടിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് എത്തിയത് എന്നാണ്.
അപ്പോൾ നീ എങ്ങനെയാണ് വീട്ടിലേക്ക് എത്തിയത് എന്നായിരിക്കണം ചോദ്യം ചോദിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കാം. മത്താ വസൽത്തിൽ മൻസിൽ, നീ എപ്പോഴാണ് വീട്ടിലെത്തിയത്. മാതാ വസൽത്തിൽ മൻസിൽ, എന്താണ് നീ വീട്ടിലെത്തിയത്. കൈഫ വസൽത്തിൽ മൻസിൽ, എങ്ങനെയാണ് നീ വീട്ടിലെത്തിയത്. ലിമ വസൽത്തിൽ മൻസിൽ, എന്തിനു വേണ്ടിയിട്ടാണ് നീ വീട്ടിലെത്തിയത്. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. കൈഫ വസൽത്ത ഇലൽ മൻസിലി, നീ എങ്ങനെയാണ് വീട്ടിലെത്തിയത്. അപ്പോൾ എന്തായിരിക്കും ഉത്തരം പറയുന്നത്. ഞാൻ സൈക്കിളിലാണ് വീട്ടിലെത്തിയത് എന്നാണ്. ഇൻഷാ അല്ലാ ഇതോടുകൂടി ഇതിലെ 15 ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് ചോദിക്കുക കേട്ടോ. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടെ താഴെ കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.